തനി നാടൻ ഉള്ളി തീയൽ ഏറെ രുചിയോടെ എങ്ങനെ തയ്യാറാക്കാം എന്നൊരു വീഡിയോ ആണ് ഇന്നത്തേത്. ഇതിനുവേണ്ടി ആദ്യം ചെറിയൊരു കഷ്ണം വാളൻപുളി വെള്ളത്തിൽ കുതിർക്കാൻ വയ്ക്കാം. 2 കപ്പ് ചുവന്നുള്ളി തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. വലിയൊരു മുറി തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയെടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, 6-7 അല്ലി ചുവന്നുള്ളി, 1/4 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക് ഇത്രയും ചേർക്കാം. നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ചെറിയ തീയിൽ വേണം വറുക്കാൻ. 1 തണ്ട് കറിവേപ്പിലയും ചേർക്കാം. തേങ്ങ ബ്രൗൺ നിറത്തിലെത്തണം. എല്ലാ ഭാഗവും ഒരേ രീതിയിൽ മൂക്കണം. ചെറിയ തീയിൽ വേണം ചെയ്യാൻ. ഈ നിറമാകുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങയുടെ ചൂടിൽ തന്നെ പൊടികളുടെ പച്ചമണം മാറി കിട്ടും. ചൂടാറിയതിന് ശേഷം വെള്ളം ചേർക്കാതെ മിക്സിയിൽ ഇട്ടിങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം. ചുവന്നുള്ളി, തേങ്ങാക്കൊത്ത് 1/4 കപ്പ്, കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായിട്ട് മുരിഞ്ഞ് ഈ ഒരു രീതിയിലെത്തണം. ഈ ഒരു ബ്രൗൺ നിറത്തിലെത്തണം തേങ്ങാക്കൊത്തും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച വാളൻപുളി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം അല്പം പോലും ചേർക്കരുത്. എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ രുചിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 ടീസ്പൂൺ ശർക്കര പൊടിച്ചത് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ വേവിക്കാം. നന്നായിട്ട് വെന്ത് എണ്ണ തെളിഞ്ഞു തുടങ്ങുന്നതാണ് കറക്റ്റ് പരുവം. ഇതാണ് കറക്റ്റ് പരുവം. ഇനി തീ ഓഫ് ചെയ്ത് മാറ്റിവെക്കാം. നല്ല തീയൽ തയ്യാറായി.